പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഹാലോങ് ബേയിലായിരുന്നു. ഹാലോങ് ബേയിൽ നമ്മൾ നേരെ ഹാനോയിലെത്തി. ഇപ്പം നമ്മൾ ഇനി ഹാനോയിൽ നിന്ന് നമ്മൾ നേരെ ഹോച്ചിമിനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ കാണാൻ പോകണ വഴിക്കുള്ള കാര്യങ്ങൾ. ഇവിടുത്തെ 11:33 ആയിക്കുണ്ടോ, നാട്ടിൽ 10 സംതിങ് ആണ്. ഓക്കെ, എന്നും പറയണവരേ 3:35 നമ്മുടെ ഫ്ലൈറ്റ്. ഞാൻ അപ്പം തന്നെ നേരത്തെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അവിടുന്ന് ഡിലേ കാര്യങ്ങളൊന്നും ആവണ്ടാവും വിചാരിച്ചിട്ട്. നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ. എയർപോർട്ടിലെത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതേ, നമ്മൾ ടാക്സി ഗ്രാബ് വിളിക്കുമ്പോഴേ പക്ഷേ ഗ്രാബിൻ്റെ എമൗണ്ട് ഇവിടെ 9 രൂപ ഏറെ കൊടുക്കണം. 9 രൂപ മീൻസ് ഇവിടുത്തെ 9,000 ഏറെ കൊടുക്കണം കേട്ടോ ഗ്രാബിൻ്റെ കൂടെ. അപ്പോൾ അത് സൂക്ഷിക്കുക. നമ്മൾ വീണ്ടും എയർപോർട്ടിലെത്തി ചെക്കിന് വെയിറ്റ് ചെയ്യണം. കണക്കാക്കി വന്നു കഴിഞ്ഞാൽ അതാണ് വിഷയം. ഉണ്ടാവും, നല്ല ക്യൂ ആണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. അപ്പോൾ നേരത്തെ വരാം. അങ്ങനെ ഭാഗ്യത്തോടു കൂടി നമ്മളെ കാനറ ബാങ്കിൻ്റെ ഒരു ATM-ൽ എന്ത് ചെയ്തു, നമുക്കിപ്പോൾ ഇത് കിട്ടി. ഓൾറെഡി ഇതിൻ്റെ ലോഞ്ചുകളൊക്കെ അപ്പോൾ 4 മണിക്കൂറാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ലോഞ്ച് ഹാനോയി. എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഫുഡ് നല്ല വിശപ്പുണ്ട്. ഇങ്ങനത്തെ സമയത്ത് ഫുഡ് എടുക്കാൻ കയറണം, അപ്പോഴേ ലാഭമുള്ളൂ. നല്ലൊരു സീറ്റ് ഒട്ടിട്ട് കഴിഞ്ഞ് ഇത് കഴിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. 4 മണിവരെ നമുക്ക് ലോഞ്ച് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. ഓക്കെ, ഫ്ലൈറ്റ് വീണ്ടും ഡിലേക്കണേ 4:40 ആൾക്കാരൊക്കെ ഇരിക്കണുണ്ടോ. നമ്മളും അതേ പാതയോടി നിൽക്കുകയാണ്. ലഗേജിൽ അവിടെ, ഞാൻ അവിടെ 6ാമത്തെ ഗേറ്റിലാണ് നമ്മളെ ഫ്ലൈറ്റ്. എന്താ കാട്ടുന്നത്, ഡിലേ ആണ്. അപ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇവിടുന്ന്, അതായത് വിയറ്റ്നാമിൽ വരുന്ന സമയത്ത് ഇവിടുന്ന് ഹോച്ചിമിൻ സിറ്റിയിലേക്ക്, അതായത് ഹോച്ചിമിൻ സിറ്റിയിലായിരിക്കും നമ്മൾ കൂടുതൽ ഫ്ലൈറ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കുക. ഇപ്പം എൻ്റെ ഫ്ലൈറ്റ് നാളെയാണ്, പക്ഷെ ഇന്ന് തന്നെ എടുത്തു ഞാൻ. എനിക്ക് സാപ്പ പോലെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ സാപ്പ ഞാൻ അടുത്ത് ഇതിലാണ് പോവാം. അപ്പോൾ ഇതേപോലെ ഡിലേ ആവും. ഇപ്പം നമ്മൾ അന്വേഷിച്ച് കുറേ ആൾക്കാർ ഇതേപോലെ ഡിലേ ആക്കണ്. അത് സൂക്ഷിക്കട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് ഹോച്ചിമിൻ സിറ്റിയിലെ എയർപോർട്ടിലാണ്. ലഗേജൊക്കെ അവിടെ ഉണ്ട്, ഞങ്ങൾ ഇരിക്കണം. ഇതേപോലത്തെ വേറെയും കുറേ ആൾക്കാരിവിടെ ഉണ്ട്. ഫ്ലൈറ്റിൻ്റെ കാരണം കൊണ്ട് ഓല ഭാഗത്തുനിന്ന് ഡിലേ ആവുകയാണെങ്കിലോ പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിലോ പ്രീപോൺ ചെയ്യുകയാണെങ്കിലും ഒരു പ്രശ്നമല്ല. നമ്മളൊരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്താ പറയുക, കോർപ്പറേറ്റ് മാറ്റേഴ്സ്. അവർ നമ്മളെ ഇന്ത്യക്കാരെ മാത്രം പ്രശ്നമല്ല കേട്ടോ. 11:49 VJ, അതായത് വിയറ്റ്നാം ജെറ്റ്, വിയറ്റ് ജെറ്റ്. ഇത് ഇപ്പോൾ ഇത്രയും നേരം നമ്മളിവിടെ ഇരിക്കുകയാണ്. ആ ചേച്ചി ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ നേരം എന്ത് ചെയ്തു, ഫ്ലൈറ്റ് പോസ്റ്റ്പോൺ ഇത് ചേഞ്ച് ചെയ്തിരിക്കണം 2ക്ക്. 11:49 അവിടെ ഓരോ വണ്ടിയും ആകും ഡിലേഡ്. ഹോച്ചിമിൻ സിറ്റി കാണും 2ക്ക് ആക്കിയാണ് ഞങ്ങൾ നടക്കണം. അങ്ങനെ നമ്മൾ 2ാമത്തിന് മുന്നിലെത്തിട്ടോ. ആകണം 11:49. അപ്പോൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ലഗേജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം. ലഗേജ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബുദ്ധിമുട്ട് നടക്കണം, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ബാക്ക് പാക്കിങ് ബാഗ് എടുത്ത് തരാം കേട്ടോ. ഇക്കണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൈറ്റ് ഡിലേ കേട്ടോ. ഡിലേ ഫാത്തിമ. അപ്പോൾ 1 മണിക്കൂർ ഡിലേ. ഇപ്പോൾ ഏകദേശം അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റൊക്കെ എടുത്ത് അടുത്ത കണക്ഷൻ എടുത്ത് നമ്മൾ ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബജറ്റ് ട്രാവലർ ആയതുകൊണ്ടാണ്. മറ്റേറ്റവും ബെറ്റർ ഇവിടുന്ന് തന്നെ റിട്ടേൺ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇത് കയറിട്ടോ. ഫ്ലൈറ്റിലല്ല, കാർഗോണെ കൊണ്ടുപോകണം. കൊണ്ട് ഇതിനുള്ളിലില്ല. അത് ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ നിങ്ങളൊന്ന് കണക്ട് ചെയ്യും. ഇവിടെ വന്ന് കണക്ട് ചെയ്യും.
അങ്ങനെ മൂവായി തുടങ്ങി. ഈ കാണുന്ന എന്താ അറിയോ ആ ലഗേജുകൾ ഇത് DHL കിട്ടും. മറ്റേ കൊറിയറുണ്ടല്ലോ, കൊറിയറിൻ്റെ ഫ്ലൈറ്റ് വന്നാണ്. അതിനിങ്ങനെ ഇറങ്ങാൻ സാധനം ലോഡ് ചെയ്യുന്നു ഇറക്കും. നമ്മളെ ഫ്ലൈറ്റ് ഇതാണ് തോന്നുന്നു. അതെ, നമ്മളെ ഫ്ലൈറ്റ് അതല്ല കേട്ടോ, വേറെ ഫ്ലൈറ്റാണ്. ഇത് തന്നെയാണ് നമ്മൾ നേരെ ബസ്സിൽ ഇറങ്ങി. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഇതാ നമ്മൾ കയറാൻ വേണ്ടി പോകണം. ഇത് ഒന്നും ചെക്കുള്ളത് ഇങ്ങനെ ഒരു കഥയിലാണ് കയറ്റി വിടും. ഞാനാണ് ആദ്യത്തേത് ലഗേജ് അവിടെ വെച്ചു. 14C ആണ് സീറ്റ്. എന്തായാലും നമ്മളിവിടെ ഇരുന്നു. 11A എന്ന സീറ്റാണോ? സോറി, 15A ഇവിടെയാണ്, എക്സിറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഭാഗ്യമാണ് നിർഭാഗ്യമാണ്, ഇവിടെ അപ്പുറത്ത് 2 ആൾക്കാർ വന്നിട്ടില്ല. What's your name? Your name? Name? You don't know? അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോകാം. ഇത് പാത്തുമേട് ചില ആൾക്കാരെ നമ്മൾ കണ്ടെത്തുമ്പോഴേ ഇങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ ഉണ്ട് എൻ്റെ ഒരു ഫാമിലി. പക്ഷെ ഞാൻ ഭയങ്കര ഉറക്കപ്പെരാൻ ഇപ്പോഴും ഉറക്കം നല്ലോണം വരുന്നുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഹലോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നേരെ ബസ് വന്ന് നേരെ പുറത്ത് പോയി ഗ്രാബിൽ കിടക്കും. അപ്പോൾ നമ്മളിവിടെ ഗ്രാബ് കൊണ്ട് ബുക്ക് ചെയ്തു. ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കണം. 6 മിനിറ്റ് കൊണ്ട് ഡ്രൈവർ എത്തും. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഉറങ്ങിയിരുന്നു. അത്യാവശ്യം നല്ല വിശക്കുണ്ട്, പൂവുണ്ട്. അവിടെ ഒരു കടയിൽ കയറിയാണ്ട് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിക്കാരൻ വന്നു. ഹലോ, ലഗേജ് വെക്കുന്നു, നേരെ പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയോ. ഇത് നമ്മൾ അന്ന് നിന്നിരുന്ന ഹോസ്റ്റലുണ്ടല്ലോ, അന്ന് ഞാൻ 4 ബെഡിൻ്റെ അടുത്തേന്. ഇത് 14 ബെഡാണ്. 14 ബെഡാകുമ്പോൾ ചെറിയൊരു എമൗണ്ടിൽ മാറ്റമുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും ജസ്റ്റ് ഹോച്ചിമിൻ സിറ്റിയിലെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഹോസ്റ്റലിൻ്റെ ഏരിയയിൽ. അപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇങ്ങോട്ട് വന്നതും ഹോച്ചിമിൻ സിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ കൂടെ ഇങ്ങോട്ട് ആളുകൾ നമ്മൾ കൊണ്ടുവരും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഡെനാങ് ആണോ, ഹോച്ചിമിൻ സിറ്റി ആണോ, ഹാനോയ് ആണോ ബെറ്റർ എന്നുള്ളതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതായിട്ട് നമ്മൾ വരും, ഒന്ന് ഫ്രീ ആയിട്ട്. ഇപ്പോൾ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ 15 വീഡിയോസ് ഞാൻ ഓരോ ദിവസം അതായത് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഭയങ്കര സ്റ്റോറേജ് ഷോർട്ടായി, അങ്ങനെയൊക്കെ ഇഷ്യൂ ആയി. പിന്നെ ടയേർഡുമാണ്. ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 14ാമത്തെ ദിവസമാണ് ഇന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം അവിടുന്ന്, പക്ഷെ വിശക്കുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് ഹോച്ചിമിൻ സിറ്റി. അപ്പോൾ ആണോ പച്ചക്കറി മാർക്കറ്റ് നോക്കി ഫുള്ള്. നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ അതിന് പറയാം, നാട്ടിൽ അല്ല അത് കറി ലീവ്സ് ഉണ്ടോ. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവരും, ഇവിടുന്ന് ഇങ്ങനെ പോലെ വിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ വാങ്ങിക്കും. ഹാനോയിലേറെ ശാന്തമാണ് ഹോച്ചിമിൻ സിറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.